പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമുദകി സരസിജം കരുണാസമുദ്രം രാധാ സഹായമതി സുന്ദര മന്ദഹാസം വാതാലയേശമനിശം ഹൃദിഭാവയാമി. ഇന്നത്തെ ഈ നമ്മുടെ സൂപ്പർ നോട്ട്സിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഒരു പുതിയ അധ്യയനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ഗുരുവായൂരപ്പനെ തന്നെ സ്തുതിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഭക്തിപൂർവ്വം നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മുടെ ദേവസ്വത്തിന്റെ ആ ഒരു ദിവസം അല്ലെ, അപ്ലൈ ചെയ്യാനുള്ള ദിവസം ഇനി വിരലെണ്ണാവുന്ന ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എത്രയും വേഗം തന്നെ മനോഹരമായിട്ട് എന്ത് ചെയ്യുക, ആ ഒരു പോസ്റ്റ് ഇനി അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. നന്നായിട്ട്, ഏറ്റവും നന്നായിട്ട് മനസ്സർപ്പിച്ച് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ഈ വരുന്ന ആ ഒരു നമ്മുടെ ദേവസ്വത്തിലെ ആ ഒരു മുഴുവൻ ആ ഒരു പോസ്റ്റുകളിലേക്ക് അല്ലെ, നിങ്ങളൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റുകളിലൊക്കെ നിങ്ങൾക്ക് ജോലിയിൽ കയറുവാനുള്ള അനുഗ്രഹം സാക്ഷാൽ ഗുരുവായൂരപ്പൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, ചിട്ടയായ രീതിയിൽ സിലബസ് അനുസരിച്ച് എന്ത് ചെയ്യുക, നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചിട്ടയായ പഠനം കാഴ്ചവെക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ഒരു ജോലിയിലേക്ക് കടന്നു വരാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വിവിധങ്ങളായിട്ടുള്ള നമ്മുടെ ക്ഷേത്ര സങ്കല്പങ്ങളും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തു, നമ്മൾ ഒന്ന് പഠിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ ദേവസ്വം ബോർഡിന്റെ KDRB തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്കായിട്ട് ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളിലെ കുറച്ച് ചോദ്യങ്ങൾ എന്ത് ചെയ്യുകയാണ്, ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മുൻപിലായിട്ട് എന്ത് ചെയ്യാണ്, നമ്മളൊരു ചെറിയ ഒരു വിശകലനമായിട്ട് എന്ത് ചെയ്യാണ്, മുൻപോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഏതൊക്കെ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ദേവസ്വത്തിന്റെ ആ ഒരു ചോദ്യ പാറ്റേൺ ഒക്കെ അല്ലെ, ഏതൊക്കെ രീതിയിലാണ് പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ സിലബസിൽ പറയുന്നത് പോലെ ക്ഷേത്ര പരിചയം ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ആ ഒരു മുൻവർഷ ചോദ്യം അല്ലെ, എല്ലാം റീസെന്റ് ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ആ ഒരു ചോദ്യങ്ങൾ എടുത്തുകൊണ്ട് അതിലെ അനുബന്ധങ്ങളായിട്ടുള്ള ഓപ്ഷനിൽ പറയുന്ന അമ്പലങ്ങളാകട്ടെ മറ്റനുബന്ധ വസ്തുതകളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് വിശദമായിട്ട് തന്നെ എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിച്ച് മുൻപോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: ശ്രീരാമക്ഷേത്രമെങ്കിലും ഹനുമാന്റെ പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രം ഏതെന്നാണ് എന്ത് ഇവിടെ ഒന്നാമതായിട്ട് എന്ത് ചെയ്യുന്നത്, ചോദിക്കുന്നത് കേട്ടോ. ശ്രീരാമക്ഷേത്രമെങ്കിലും ഹനുമാന്റെ പേരില് പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രം ഏതെന്നാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷനാണ് എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത് അല്ലെ. ആലത്തിയൂർ പെരുന്തൃക്കോവില്, കടവുല്ലൂർ ശ്രീരാമക്ഷേത്രം, കടവിൽ തൃക്കോവിൽ, പിന്നെയോ കരിമ്പുഴ ശ്രീരാമക്ഷേത്രം. നമുക്കറിയാം ഈ പറയുന്ന വിവിധങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ്, നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളിൽ എവിടെയൊക്കെ ആയിരിക്കാം, പല ഭാഗങ്ങളിലായിട്ടായിരിക്കാം അല്ലെ. ഒരുപക്ഷെ വളരെ പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ കുറെ പേർക്ക് എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല. ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ അറിയില്ല എങ്കിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നാം. പക്ഷെ എന്ത് ചെയ്യാം, നമുക്കൊന്ന് മനസ്സിലാക്കി പോവാം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ. ശ്രീരാമക്ഷേത്രമെങ്കിലും ഹനുമാന്റെ പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അവിടെ പറയുന്നത് ആലത്തിയൂർ പെരുന്തൃക്കോവില്, പിന്നെയോ കടവല്ലൂർ ശ്രീരാമക്ഷേത്രം, കടവിൽ തൃക്കോവിൽ, കരിമ്പുഴ ശ്രീരാമക്ഷേത്രം. ഇതിലെല്ലാം തന്നെ എന്താണ് പറയുന്നത്, ശ്രീരാമക്ഷേത്രത്തിന്റെ പൊതുവായിട്ടുള്ള പേരിലാണ് പറയുന്നത് അല്ലെ. പക്ഷെ അവിടെ വിശേഷണം പറയുന്നത് എങ്ങനെയാണ്, ഹനുമാന്റെ പേരിൽ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രം ഏതെന്നാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. തൊട്ടടുത്തതായിട്ട് ഇവിടെ നമുക്ക് പറയുന്നുണ്ട് കേട്ടോ. ഏതാണ് ഈ പറയുന്നതിൽ ഉത്തരം ആലത്തിയൂർ പെരുന്തൃക്കോവിലാണ് കേട്ടോ. ആൻസർ ആയിട്ട് വരുന്നത് ആലത്തിയൂർ പെരുന്തൃക്കോവിൽ അല്ലെങ്കിൽ ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രം എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീരാമക്ഷേത്രം എങ്കിലും ഹനുമാന്റെ പേരിൽ എന്ത് ചെയ്യുകയാണ്, പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ക്ഷേത്രമാണ് ഏത്, ആലത്തിയൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രം. നോക്കിയേ, നമ്മുടെ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്ത് പൊന്നാനിപ്പുഴയ്ക്കടുത്തും പൊന്നാനിപ്പുഴയ്ക്കും ഭാരതപ്പുഴയ്ക്കും മധ്യയുള്ള ആലത്തൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ പറയുന്ന പ്രശസ്തമായിട്ടുള്ള ആലത്തിയൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രം എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ കൂട്ടുകാരെ. അപ്പോൾ ഇവിടെയാണ്, മലപ്പുറം ജില്ലയിലാണ് അല്ലെ. ഒരുപക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ജോലിയിലൊക്കെ കയറുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നിശ്ചയമായിട്ട് എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിലോട്ടൊക്കെ എന്ത് ചെയ്യുക, ഒരു യാത്ര നടത്തുക കേട്ടോ. ഒരു തീർത്ഥാടനം എന്നതിനേക്കാൾ ഉപരി അവിടുത്തെ എല്ലാം എന്താണ്, വാസ്തുപരമായിട്ടുള്ളതും ആ ഒരു ക്ഷേത്രത്തിന്റെ ഘടനയും പ്രകൃത്യാലുള്ള വിവിധങ്ങളായിട്ടുള്ള എന്ത് ചെയ്യുക, പലതരത്തിലുള്ള ഭംഗിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നയനമനോഹരമായിട്ടുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്നതായിരിക്കും. അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്ത് ചെയ്യുക, എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്യുക, സഞ്ചരിക്കുക. ഓക്കെ, അപ്പോൾ കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെ, ഭാരതപ്പുഴയ്ക്കും പൊന്നാനിപ്പുഴയ്ക്കും മധ്യയായിട്ടുള്ള ആലത്തിയൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ് ഇത്, ആലത്തിയൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രം കേട്ടോ. ഈ ആലത്തിയൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിന്റെ മറ്റൊരു പേരാണ് ആലത്തിയൂർ ഹനുമാൻകാവ്. ഓക്കെ അല്ലേ. അപ്പോൾ ആലത്തിയൂർ പെരുന്തൃക്കോവിൽ
ശ്രീരാമ ഹനുമാൻ ക്ഷേത്രം അല്ലെങ്കിൽ ആലത്തിയൂർ ഹനുമാൻ കാവ് എന്നറിയപ്പെടുന്നു കേട്ടോ. ഇതുകൊണ്ടാണ് ചോദ്യകർത്താവ് അവിടെ എന്ത് ചെയ്യുന്നത്, ചോദ്യം ഇങ്ങനെ ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണ്, ശ്രീരാമ ക്ഷേത്രമെങ്കിലും ഹനുമാന്റെ പേരിൽ എന്ത് ചെയ്തു, പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഒരുപക്ഷെ എന്ത് നമുക്ക് മനസ്സിലാവും, ആ ഒരുപക്ഷെ അല്ലെ ആ പേര് പറയുന്നതിൽ നിന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. ആലത്തിയൂർ ഹനുമാൻ കാവ് എന്നൊരു പേരും കൂടെ എന്തിനു വരുന്നുണ്ട്, ആലത്തിയൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിന് വരുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി നോക്കണേ, വിഷ്ണു ഭഗവാന്റെ അവതാരമായിട്ടുള്ള ശ്രീരാമചന്ദ്രനാണ് എന്ത്, മുഖ്യ പ്രതിഷ്ഠ. പക്ഷേ എങ്കിലും ശ്രീരാമ ഭക്തനും ചിരഞ്ജീവിയുമായിട്ടുള്ള ഹനുമാൻ സ്വാമിക്കാണ് പ്രാധാന്യം പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ചോദ്യകർത്താവ് ആ രീതിയിലുള്ള ചോദ്യം എന്ത് ചെയ്യുന്നത് അവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ ആണോ? നമുക്കറിയാം അല്ലെ, മത്സ്യം, കൂർമ്മം, വരാഹം അല്ലെ, മത്സ്യം, കൂർമ്മം, ഭഗവാന്റെ ദശ അവതാരങ്ങളൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും അല്ലെ. മത്സ്യം, കൂർമ്മം, വരാഹം, പിന്നെയോ നരസിംഹം, പിന്നെയോ വാമനൻ, പിന്നെയോ പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, പിന്നെയോ കൽക്കി അല്ലെ. 10 അവതാരങ്ങൾ അല്ലെ. അപ്പോൾ ഈ പറയുന്ന ശ്രീ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ എത്രാമത്തെ അവതാരം, അതും ഒരു ചോദ്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടുള്ള, വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഓരോ അവതാരങ്ങൾ ഓർഡറിലോ അല്ലാതെ എന്ത് ചെയ്യാം, ചോദിക്കാം കേട്ടോ. അപ്പോ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങൾ, ദശം എന്ന് പറയുമ്പോൾ അറിയാം 10 അല്ലെ, ദശം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 10 അവതാരങ്ങൾ അല്ലെ. മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങൾ എത്രാമത്തെ അവതാരമാണ്, 7ാമത്തെ അവതാരമായിട്ടുള്ള ശ്രീരാമചന്ദ്രന്റെ അല്ലെ, 7ാമത്തെ അവതാരമായിട്ടുള്ള ശ്രീരാമചന്ദ്രന്റെ മുഖ്യ പ്രതിഷ്ഠ അല്ലെ. വിഷ്ണു ഭഗവാന്റെ അവതാരമായിട്ടുള്ള ശ്രീരാമചന്ദ്രന്റെ മുഖ്യ പ്രതിഷ്ഠയാണെങ്കിലും അവിടെ പ്രാധാന്യം നൽകുന്നത് ആർക്കാണ്, നമ്മൾ ഈ പറയുന്ന ശ്രീരാമ ഭക്ത ഹനുമാൻ അല്ലെ. ശ്രീരാമന്റെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെ, നമുക്കറിയാം രാമായണമൊക്കെ വായിക്കുമ്പോൾ അല്ലെ, ആ ഒരു ഉമാമഹേശ്വര സംവാദത്തിൽ ഹനുമാന്റെ ഭക്തിയെക്കുറിച്ച്, അചഞ്ചലമായ ഭക്തിയെക്കുറിച്ച് മഹാദേവൻ ആരോട് പറയുന്നുണ്ട്, പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെ. ബാലകാണ്ഡത്തിൽ നമ്മൾ ആ ഒരു സ്തുതിയൊക്കെ കഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ ഉമാമഹേശ്വര സംവാദത്തിൽ അല്ലെ, കൈലാസാചലെ സൂര്യകോടി ശോഭിത എന്ന് പറയുന്ന ആ ഒരു വരികളിൽ ഒക്കെയും പറഞ്ഞു തുടങ്ങുമ്പോൾ അവിടെ മഹാദേവൻ പാർവതിയോട് പറയുന്ന ഒരു കാര്യമാണ്, എന്താണ്, ശ്രീരാമനോടുള്ള ഭക്തി അല്ലെ. ഹനുമാന് ശ്രീരാമനോടുള്ള ഭക്തി പോലെ മറ്റാരിലും എന്ത് ചെയ്തിട്ടില്ല, ഇത്രയും വലിയൊരു ഭക്തി ഞാൻ കണ്ടിട്ടില്ല എന്ന് ആരോട് പറയുന്നുണ്ട്, ശ്രീ മഹാദേവൻ പാർവതിക്ക് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു രാമായണ കഥയുടെ തുടക്കം തന്നെ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ ഹനുമാനാണ് എന്ത് ചെയ്യുന്നത്, ആ ആലത്തിയൂർ പെരുന്തൃക്കോവിൽ അല്ലെങ്കിൽ ആലത്തിയൂർ ഹനുമാൻ കാവ് ക്ഷേത്രത്തിൽ പ്രാധാന്യം നൽകുന്നത് ആർക്കാണ്, ഹനുമാനാണ് കേട്ടോ. ഓക്കെ അല്ലേ? പിന്നെ നോക്കൂ, കൂടാതെ തുല്യ പ്രാധാന്യത്തോടു കൂടി തന്നെ അവിടെ ലക്ഷ്മണനും ഉപദേവതകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വടക്കു ഭാഗത്തായിട്ട് 4 അമ്പലത്തിന് പുറത്തായിട്ട് തുല്യ പ്രാധാന്യത്തോടു കൂടി തന്നെ നിങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണുവാൻ സാധിക്കും കേട്ടോ. മഹാവിഷ്ണുവിന്റെ ചതുർബാഹു രൂപത്തിൽ തന്നെ 4 അമ്പലത്തിന് പുറത്തായിട്ട് ആരുടെ പ്രതിഷ്ഠയുണ്ട്, നമ്മുടെ ലക്ഷ്മണ പെരുമാളിന്റെ പ്രതിഷ്ഠയുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ ആരൊക്കെയുണ്ട്, ഉപദേവതകളായിട്ട് ഗണപതി ഉണ്ട്, മഹാവിഷ്ണു, ദുർഗ, ഭദ്രകാളി, അയ്യപ്പൻ, മറ്റു നാഗദേവതകൾ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉപദേവതകളായിട്ട് ആലത്തിയൂർ പെരുന്തൃക്കോവിൽ എന്ത് ചെയ്യുന്നുണ്ട്, വാണരുളുന്നുണ്ട്. ഓക്കെ, ഇനി ഐതിഹ്യപ്രകാരം പറയുന്നത് വസിഷ്ഠ മഹർഷിയാണ് എന്ത് ചെയ്യുന്നത്, 3000 വർഷങ്ങൾക്ക് മുൻപ് ആരുടെ പ്രതിഷ്ഠ നടത്തിയത്, നമ്മുടെ ഈ പറയുന്ന ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് വസിഷ്ഠ മഹർഷിയാണെന്നാണ് എന്ത് ചെയ്യുന്നത്, ഐതിഹ്യപ്രകാരം പറയുന്നത്. ഓക്കെ ആണോ? ഈ പറയുന്ന അല്ലെ, ഈ ക്ഷേത്രത്തിലെ മുൻകാല സൂക്ഷിപ്പുകാരെന്ന് പറയുന്നത് ആലത്തിയൂർ ഗ്രാമ നമ്പൂതിരിമാരും വെട്ടത്തു രാജാവ്, കോഴിക്കോട് സാമൂതിരിമാർ എന്നിവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന്റെ സംരക്ഷകരായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ലക്ഷ്മണ പെരുമാളും എന്ത് ചെയ്യുന്നുണ്ട്, തുല്യ പ്രാധാന്യത്തോടുകൂടി ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ടെങ്കിലും അവിടെ കൂടുതലും അല്ലെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്, ആ ഹനുമാൻ സ്വാമിയുടെ പേരിലാണ് എന്ത് ചെയ്യുന്നത്, അമ്പലം അറിയപ്പെടുന്നത്. ഓക്കെ ആണോ? അപ്പോ ഈ പറയുന്ന ലക്ഷ്മണ പെരുമാൾ എവിടേക്കാണ് ഇരിക്കുന്നത്, വടക്കു ഭാഗത്തായിട്ട് അല്ലെ, 4 അമ്പലത്തിന് പുറത്ത് വടക്കു ഭാഗത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലക്ഷ്മണ പെരുമാളിന്റെ ആ ഒരു പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. പിന്നെയോ നമ്മൾ ഈ പറഞ്ഞതുപോലെ വസിഷ്ഠ മഹർഷി അല്ലെ, സൂര്യ വംശത്തിന്റെയൊക്കെ കുലഗുരു നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു വസിഷ്ഠ മഹർഷിയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന 3000 വർഷങ്ങൾക്ക് മുമ്പ് ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ നടത്തിയതെന്ന് വിശ്വസിക്കപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇനി നോക്കൂ, ഈ ക്ഷേത്രത്തിലെ മുഖ്യ വഴിപാട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവൽ നിവേദ്യമാണ് കേട്ടോ. അവൽ നിവേദ്യമാണ് എന്ത് ചെയ്യുന്നത്, ആലത്തിയൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിലെ മുഖ്യ വഴിപാടായിട്ട് എന്ത് ചെയ്യുന്നത്, സമർപ്പണം ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ ഈ പറയുന്ന വടക്കോട്ടൊക്കെ എന്ത് ചെയ്യുക,
നിങ്ങൾ പോകുന്ന സമയത്ത് അല്ലെ ഈ പറയുന്ന തൃപ്രയാറൊക്കെ നിങ്ങൾ സന്ദർശിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലെ, തൃപ്രയാർ ക്ഷേത്രത്തിന് പുറത്തു വശത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ പറയുന്ന വലിയ രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഹനുമാൻ സ്വാമിയുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. തൊട്ടടുത്തായിട്ട് സുബ്രഹ്മണ്യനുണ്ട്, ഒരു നാഗരുണ്ട്. ഇത് നമ്മുടെ ഈ പറയുന്ന പുറമതിൽ മര്യാദയ്ക്ക് പുറത്താണ് എന്ത് ചെയ്യുന്നത്, പ്രതിഷ്ഠിച്ചിട്ടുള്ളത് കേട്ടോ. പ്രത്യേകമായിട്ട് അവിടെ ഒരു പ്രതിഷ്ഠയുണ്ട്. ഒരു വയസ്സായ ബ്രാഹ്മണനാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പൂജയൊക്കെ നടത്തുന്നത്. അപ്പൊ നമ്മൾ പോകുന്ന സമയത്ത് അവിടെയും നമുക്ക് പ്രസാദമായിട്ട് തരുന്നത് എന്താണ്, ഈ പറയുന്ന അവൽ നിവേദ്യമാണ് കേട്ടോ. തൃപ്രയാർ അമ്പലത്തിൽ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് ആ ഒരു അവിടെ ഗോശാലകൃഷ്ണന്റെ അടുത്തൊക്കെ പോയിട്ട് വരുമ്പോൾ അവിടെ ഇരിക്കുന്ന മേൽശാന്തിയോ കീഴ്ശാന്തിയോ ആണെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, നമുക്ക് പ്രസാദമായിട്ട് ഈ പറയുന്ന അവൽ നിവേദ്യം നമുക്ക് മിക്ക ക്ഷേത്രങ്ങളിലും എന്ത് ചെയ്യാൻ സാധിക്കും, കാണുവാൻ സാധിക്കും കേട്ടോ. അപ്പോ ഈ പറയുന്ന ആലത്തിയൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിലെയും പ്രധാന എന്താണ് ഈ പറയുന്ന നിവേദ്യമായിട്ട് പറയുന്നത് എന്ത് തന്നെയാണ്, അവൽ നിവേദ്യമാണ് കേട്ടോ. നമ്മുടെ ഈ പറയുന്ന KDRBയുടെ പ്രീവിയസ് ഒരു ചോദ്യമാണ് കേട്ടോ. പടത്തിപ്പഴം ഇഷ്ട നൈവേദ്യമായ ദേവൻ ആരാണെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. തിരുവല്ല ശ്രീ വല്ലഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അല്ലെ, വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പൊ ആ തിരുവല്ല ശ്രീ വല്ലഭസ്വാമിയുടെ ഇഷ്ട നൈവേദ്യമാണ് എന്താ, പടത്തിപ്പഴം എന്ന് പറയുന്നത് കേട്ടോ. അതിന് പിന്നെ ഒരുപാട് ഐതിഹ്യ കഥകളും ആ ഒരു ക്ഷേത്രത്തിന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. വരും ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം, ആ ക്ഷേത്രത്തെ കുറിച്ച് പരിചയപ്പെടുമ്പോൾ എന്ത് ചെയ്യാം, വിശദമായിട്ട് തന്നെ പറഞ്ഞു പോവാം. എങ്കിൽ ആ ഒരു ചോദ്യം പ്രീവിയസ് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്നതാണ്. ചില സമയങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, ചോദ്യകർത്താവ് ഈ പറയുന്ന നൈവേദ്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ ഈ പറയുന്ന ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തി വരാറുള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു, പ്രത്യേകം എടുത്തു പറയുന്നതേ ഉള്ളൂ. അതുമൊക്കെ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. കൂടൽ മാണിക്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വഴുതന നിവേദ്യം ഭഗവാന് സമർപ്പിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, പ്രത്യേകം നൈവേദ്യങ്ങൾ അത്തരത്തിലുള്ളതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഓർമ്മിച്ചിരിക്കുക. ഓക്കെ അല്ലേ. ഇനി നോക്കൂ, തുലാമാസത്തിലെ പൂരാടം, ഉത്രാടം, തിരുവോണ നക്ഷത്രങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, ഇവിടത്തെ പ്രധാന ആണ്ടുവിശേഷം നടക്കുന്നത് കേട്ടോ. അപ്പൊ ആലത്തിയൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിലെ പ്രധാനങ്ങളായിട്ടുള്ള എന്താണ് ഈ പറയുന്ന ആണ്ടുവിശേഷം എന്ന് പറയുന്നത് പൂരാടം, ഉത്രാടം, തിരുവോണ നക്ഷത്രങ്ങളിൽ നടക്കുന്ന ഉത്സവമാണ് കേട്ടോ. പിന്നെയോ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ കേട്ടോ. അപ്പോ ആലത്തിയൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് അല്ലെ, അല്ലെങ്കിൽ പ്രസിദ്ധമായിട്ടുള്ള ഈ പറയുന്ന ആലത്തിയൂർ ഹനുമാൻകാവ് ഏത് ബോർഡിന് കീഴിലാണെന്ന് പറഞ്ഞ് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഏതാണ്, മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് എന്ത് ചെയ്യുന്നത്, ഈ അമ്പലം വരുന്നത്. ഓക്കെ ആണോ. പിന്നെയോ നമ്മുടെ സാമൂതിരി രാജാവ് ഉണ്ടല്ലോ, ഈ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴില് സാമൂതിരി രാജാവ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മുഖ്യ കാര്യദർശിയായിട്ടുള്ള ട്രസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ അമ്പലം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ ആണോ. അപ്പോൾ ഏത് ദേവസ്വത്തിന്റെ കീഴിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഏത് ക്ഷേത്രം, ആലത്തിയൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഇനി നോക്കൂ, ഇനി എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഹനുമാൻ സ്വാമിക്ക് അത്രയധികം പ്രാധാന്യം എന്നുള്ളതാണ് ഇനി എന്ത് ചെയ്യുന്നത് നമ്മളവിടെ പറയാൻ പോകുന്നത്. നമുക്കറിയാം, ലങ്കയിൽ രാവണൻ എന്ത് ചെയ്യുന്നു, സീതാദേവി എന്ത് ചെയ്യുന്നു, കടത്തിക്കൊണ്ടുപോകുന്നു അല്ലെ. ആ ഒരു കാനവാസ സമയത്ത് എന്ത് ചെയ്യുന്നു, ആ ഒരു നമ്മുടെ മാനിനെ അല്ലെ, മാനിനെ കണ്ടത് വേഷം അറിയുന്ന ആ ഒരു അസുരൻ അല്ലെ, ആ ഒരു മാനിനെ കണ്ടിട്ട് എന്ത് ചെയ്യുന്നു, സീതാദേവി വേണമെന്ന് വാശി പിടിച്ചു കരയുമ്പോൾ എന്ത് ചെയ്യുകയാണ്, ശ്രീരാമൻ എന്ത് ചെയ്യുകയാണ്, ആ മാനിനെ പിടിക്കാനായിട്ട് പോകുമ്പോൾ അല്ലെ, പുറകിൽ നിന്നും എന്ത് ചെയ്യുന്നു, ആ ഒരു അപശബ്ദം അല്ലെ, ശ്രീരാമൻ വിളിക്കുന്നതായിട്ടുള്ള ഒരു കള്ളശബ്ദം ഈ അസുരൻ ഉണ്ടാക്കുമ്പോൾ ലക്ഷ്മണനെ എന്ത് ചെയ്യും, സീതാദേവി പറഞ്ഞു വിടുകയും അങ്ങനെ അതിനുശേഷം എന്ത് ചെയ്യുന്നു, രാവണൻ ഒരു അസുരവേഷത്തിൽ അല്ലെ, അസുരവേഷം മാറിയിട്ട് ഒരു മുനിയുടെ വേഷത്തിൽ എന്ത് ചെയ്യുന്നു, ഭിക്ഷാന്തേഹി യാചിച്ച് എവിടേക്ക് വരികയാണ്, നമ്മുടെ സീതാദേവിയുടെ അടുത്തേക്ക് വരികയും ലക്ഷ്മണരേഖ മുറിച്ചു കടന്ന് എന്ത് ചെയ്യുന്നു, സീതാദേവി ദാനം നൽകുമ്പോൾ എന്ത് ചെയ്യുന്നു, രാവണൻ പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്യുന്നു അല്ലെ. അങ്ങനെ സീതാദേവി അന്വേഷിച്ച് ആര് പോവുകയാണ്, നമ്മുടെ ഈ പറയുന്ന ശ്രീരാമ ഭക്തനായിട്ടുള്ള ഹനുമാൻ എവിടേക്ക് പോവുകയാണ്, ലങ്കയിലേക്കൊക്കെ പോകുന്ന ആ രംഗമൊക്കെ നമുക്കറിയാം അല്ലെ. ഈ പറയുന്ന ഹനുമാൻ സീതയെ തിരക്കി എവിടേക്ക് പോവുകയാണ്, ലങ്കയിലേക്ക് പോവുകയാണ് അല്ലെ. അങ്ങനെ പോകുന്ന ഹനുമാന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്ത് ചെയ്യുന്നു, ശ്രീരാമൻ നൽകുന്നു അല്ലെ. അത്തരത്തിൽ ഹനുമാന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകിയത് ഈ പറയുന്ന ആലത്തിയൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രത്തിൽ വെച്ചെന്നാണ് എന്ത് പറയുന്നത്, ഐതിഹ്യങ്ങൾ പറയപ്പെടുന്നത്. ഓക്കെ ആണോ. അപ്പോ ഹനുമാൻ സീതയെ തിരക്കി ലങ്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീരാമൻ ഹനുമാന് നിർദ്ദേശങ്ങൾ അല്ലെ, പിന്നെ എന്താണ് ഉപദേശങ്ങളും കൊടുത്തു എന്ന് എന്ത് ചെയ്യുന്നു, വിശ്വാസം അല്ലെ. അതിൻ പ്രകാരം നിങ്ങൾ ആ അമ്പലത്തിൽ പോകുമ്പോൾ അറിയാൻ പറ്റും, എന്താണ്, ശ്രീരാമ ഭഗവാന്റെ തൊട്ടടുത്തായിട്ടാണ് ആരെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്, നമ്മുടെ ഈ പറയുന്ന ഹനുമാന്റെ വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത്. കൂടാതെ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുണ്ട്, ഒരു ദണ്ഡും പിടിച്ച് ശ്രീരാമ വചനങ്ങൾ കേൾക്കാൻ എന്ന വണ്ണം മുന്നോട്ട് ആഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് ആ പ്രതിഷ്ഠ കാണാൻ സാധിക്കുക. ഓക്കെ ആണോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് ഹനുമാൻ ഇത്രയധികം അവിടെ ഒരു എന്താണ് ഒരു മേൽക്കോയ്മ അല്ലെ, അല്ലെങ്കിൽ ആ ഒരു കൂടുതലായിട്ടൊരു പ്രാമുഖ്യം വരാൻ കാരണം എന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഇത്രയേ ഉള്ളൂ. എന്ത് തന്നെയാണ്, ഈ പറയുന്ന സീതാദേവിയെ അന്വേഷിച്ച് ലങ്കയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് എന്ത് ചെയ്യുന്നു, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എന്ത് ചെയ്യുന്നു, വേണ്ടുന്ന നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ ആർക്ക് നൽകുന്നു, ഹനുമാന് നൽകുകയും
ഈ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ കേൾക്കാൻ എന്നവണ്ണം ആര്, ഈ പറയുന്ന ഹനുമാൻ മുന്നോട്ട് ആഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഹനുമാന്റെ പ്രതിഷ്ഠ ശ്രീകോവിൽ തന്നെ ശ്രീരാമന്റെ അടുത്തായിട്ട് എന്ത് ചെയ്യുന്നത്, പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആലത്തിയൂർ പെരുന്തൃക്കോവിൽ, ഈ പറയുന്ന ആലത്തിയൂർ ഹനുമാൻ കാവെന്നും ശ്രീരാമക്ഷേത്രമാണെങ്കിലും ഹനുമാന്റെ പേരിൽ പ്രസിദ്ധി ആർജിച്ചു എന്ന് പറയുവാനും കാരണം. ഓക്കെ അല്ലേ? അതുകൊണ്ട് തന്നെ ചോദ്യകർത്താവ് എന്ത് ചെയ്യുന്നു, ആ ഒരു ചോദ്യം വളരെ ഭംഗിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ചോദിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ലക്ഷ്മണന് നമ്മൾ പറഞ്ഞു തുല്യ പ്രാധാന്യം എന്ത് ചെയ്യുന്നുണ്ട്, ഈ അമ്പലത്തിൽ നൽകുന്നു എന്ന് പറഞ്ഞു. പക്ഷെ 4 അമ്പലത്തിന് പുറത്താണ് എന്ത് ചെയ്യുന്നത്, ലക്ഷ്മണ പ്രതിഷ്ഠ വരുന്നതെന്ന് പറഞ്ഞു. അവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ശ്രീരാമചന്ദ്രൻ ഹനുമാന് നൽകുന്ന ഉപദേശങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ കേൾക്കാതിരിക്കാൻ എന്ത് ചെയ്യുന്നു, അദ്ദേഹം മാറി എന്ത് ചെയ്യുന്നു, നിൽക്കുന്നു എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് എന്ത് ചെയ്യുന്നത്, ആ പ്രതിഷ്ഠ 4 അമ്പലത്തിന് പുറത്തേക്ക് ചെയ്തിരിക്കുന്നതെന്നാണ് എന്ത് ചെയ്യുന്നത്, പറയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഈ പറയുന്ന എന്താണ്, ഹനുമാന് നിർദ്ദേശങ്ങൾ നൽകുന്നതും അല്ലെങ്കിൽ ആ ഒരു ഉപദേശങ്ങൾ നൽകുന്നത് എന്ത് ചെയ്യാൻ പാടില്ല, താൻ കേൾക്കാൻ പാടില്ല എന്ന സതുദ്ദേശത്തോടു കൂടി എന്ത് ചെയ്യുന്നു എന്നാണ് ഈ പറയുന്ന അടയാളവാക്യം നൽകും. അല്ലെ? ഹനുമാൻ അല്ലെ സീതാദേവിയെ കാണുമ്പോൾ പറയുവാനുള്ള അടയാളവാക്യം നൽകുന്നു. അപ്പൊ അടയാളവാക്യം ഒക്കെ കേൾക്കാതിരിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, ലക്ഷ്മണ പെരുമാൾ എവിടേക്ക് മാറുന്നു, വടക്കു ഭാഗത്തേക്ക് മാറി നിൽക്കുന്നുവെന്നും, അതായത് ഇത് കേൾക്കാതെ മാറി നിൽക്കുന്നുവെന്നും. അപ്പൊ അത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, ആ പ്രതിഷ്ഠ 4 അമ്പലത്തിന് പുറത്ത് വടക്കു ഭാഗത്തേക്ക് വന്നതെന്നുമാണ് എന്ത് ചെയ്യുന്നത്, പറയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്നത് എന്താണ്, ഈ പറയുന്ന ശ്രീരാമക്ഷേത്രമെങ്കിലും ഹനുമാന്റെ പേരിൽ പ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ക്ഷേത്രം ഏതെന്നാണ് KDRBയുടെ മുൻവർഷ ചോദ്യങ്ങളിൽ വന്ന ഒരു ചോദ്യം. അപ്പോൾ അത് നമുക്കറിയാം. ഇനി ആലത്തിയൂർ പെരുന്തൃക്കോവിൽ ക്ഷേത്രം അല്ലെങ്കിൽ ആലത്തിയൂർ ഹനുമാൻ കാവ് എന്നെന്ത് ചെയ്തു, നമ്മൾ മനസ്സിലാക്കി. പിന്നെ ക്ഷേത്രത്തിലെ ഉപദേവതകൾ ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞു അല്ലെ? ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ പിന്നെ ആ ഒരു പ്രത്യേകതയൊക്കെ എന്ത് ചെയ്തു നമ്മൾ പറഞ്ഞു. പിന്നെയോ അവിടുത്തെ അവൽ നിവേദ്യം അല്ലെ, പ്രധാന വഴിപാട് അവൽ നിവേദ്യമാണെന്ന് പറഞ്ഞു അല്ലെ. ലക്ഷ്മണ പെരുമാളിന് പാൽപ്പായസം ഒക്കെ നേദിക്കാറുണ്ട് കേട്ടോ, അതും വിശേഷമാണ്. പിന്നെ ഈ പറയുന്ന എന്താണ്, ഈ പറയുന്ന ഹനുമാൻ എന്ത് ചെയ്യുന്നു, ഭഗവാന്റെ കയ്യിൽ നിന്നും നിർദ്ദേശങ്ങൾ കേൾക്കാനെന്ന് മുന്നോട്ട് ആഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഹനുമാന്റെ പ്രതിഷ്ഠ അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്ന് എന്ത് ചെയ്തു നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഈ പറയുന്ന എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും നമ്മൾ ബാക്കി എന്ത് ചെയ്യണം, അനുബന്ധമായിട്ട് വന്നിട്ടുള്ള ക്ഷേത്രങ്ങളെ കുറിച്ച് കൂടെ എന്ത് ചെയ്യണം, നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. പഠിക്കുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യുക, ഓപ്ഷൻ ABCD എന്ന് പറയുന്ന ഓപ്ഷനിലല്ലേ ഒരു ഉത്തരം ശരിയാണെങ്കിലും എന്ത് ചെയ്യുക, ബാക്കി വരുന്ന അനുബന്ധങ്ങളായിട്ടുള്ള ഓപ്ഷനെ കുറിച്ച് എന്ത് ചെയ്യണം, ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങൾ മുൻവർഷ ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ ഓപ്ഷനിൽ വരുന്ന പല അമ്പലങ്ങളെയും കണക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്, ചോദ്യകർത്താവ് ചോദ്യങ്ങൾ ചോദിച്ചതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നിങ്ങൾ പ്രീവിയസ് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ കൃത്യമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോ ഇനി നോക്കുക, ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് കടവല്ലൂർ ക്ഷേത്രമാണ് അല്ലെ. ഓപ്ഷനിൽ അടുത്തതായിട്ട് പറയുന്നത് അല്ലെ, കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഒരുപക്ഷെ ഈ പറയുന്ന അല്ലെ തൃശ്ശൂർ ജില്ലക്കാർക്കൊക്കെ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ പറയുന്ന ഇവിടെ നടക്കുന്ന ഒരു ചടങ്ങ് നിങ്ങൾക്ക് പറയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. ഈ പറയുന്ന കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ. കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തൃശ്ശൂരാണ്. ഈ പറയുന്ന തൃശ്ശൂർ മലപ്പുറം ജില്ലകളുടെ അതിർത്തിയായിട്ട് പറയുന്നുണ്ട് കേട്ടോ. കടവല്ലൂർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്, തൃശ്ശൂർ മലപ്പുറം ജില്ലകളുടെ അതിർത്തി ഗ്രാമമായിട്ടുള്ള എവിടെയാണ്, കടവല്ലൂരിലാണ് എന്ത് ചെയ്യുന്നത്, കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ചതുർബാഹു ആയിട്ടുള്ള മഹാവിഷ്ണുവാണ് കേട്ടോ. നമ്മുടെ ഈ ശംഖചക്ര ഗദാപത്മമായിട്ടൊക്കെ അല്ലെ നിൽക്കുന്ന ചതുർബാഹു രൂപത്തിലുള്ള മഹാവിഷ്ണുവാണ് എന്ത്, ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. ഈ പറയുന്ന നമ്മുടെ സങ്കല്പം ഈ പറയുന്ന മഹാവിഷ്ണുവിന്റെ രൂപത്തിലാണെങ്കിലും അവിടെ ഈ പറയുന്ന പ്രതിഷ്ഠ സങ്കല്പിച്ചിരിക്കുന്ന ആരായിട്ടാണ്, ഭഗവാന്റെ 7ാമത്തെ അവതാരമായിട്ട് നമ്മൾ ഈ പറയുന്ന ശ്രീരാമചന്ദ്രൻ തന്നെയാണ്. ഈ പറയുന്ന ചോദ്യം ശ്രീരാമനുമായി ബന്ധപ്പെട്ട് വന്നതുകൊണ്ട് തന്നെ ഓപ്ഷനിലുള്ള 4 അമ്പലങ്ങളും എന്ത് ചെയ്യാം, നമുക്ക് അനുമാനിക്കാം ശ്രീരാമ ക്ഷേത്രങ്ങളാണെന്നല്ലേ. പക്ഷെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഒരു അമ്പലം ഏതായിട്ട് വരും, ശ്രീകൃഷ്ണന്റെ അമ്പലമായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോ ഈ പറയുന്ന ദശാവതാരങ്ങളിൽ 7ാമതായിട്ടുള്ള ശ്രീരാമന്റെ അവതാരം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നത് കണ്ട് വരുന്നത്. ഓക്കെ ആണോ? ഇവിടെ ഉപദേവതകളായിട്ട് ഗണപതിയുണ്ട്, പിന്നെയോ ശിവൻ, ഹനുമാൻ, ധർമ്മശാസ്താവ്, അയ്യപ്പൻ, ഭഗവതി എന്നിവരൊക്കെ എന്താണ്, ഉപദേവതകളായിട്ട് വർത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം തൃശ്ശൂർ മലപ്പുറം ജില്ലകളുടെ അതിർത്തി ഗ്രാമമായിട്ടുള്ള എവിടെയാണ്, കടവല്ലൂർ എന്ന ഗ്രാമത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ പറയുന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രതിഷ്ഠ ചതുർബാഹുവായ മഹാവിഷ്ണുവിന്റെ രൂപത്തിലാണ്. ഈ പറയുന്ന സങ്കല്പം നമ്മുടെ പൂജ എങ്ങനെയാണ്, ഈ പറയുന്ന ശ്രീരാമചന്ദ്രനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പൂജ സമർപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? ഈ പറയുന്ന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭീമസേനന്റെ പുത്രനായിട്ടുള്ള ഹഡോൽക്കജനാണെന്ന് എന്ത് ചെയ്യുന്നു, പറയുന്നു അല്ലെ. ആരാണ്, ഭീമസേനന്റെ പുത്രനായിട്ടുള്ള ഹഡോൽക്കജൻ. അവിടെ അതിന് പിന്നില് വേറെയും കഥകൾ പറയുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ദശരഥ മഹാരാജാവ് പൂജിച്ചിരുന്ന ശ്രീരാമചന്ദ്രന്റെ വിഗ്രഹമാണ് ഈ പറയുന്ന കടവല്ലൂരിൽ പ്രതിഷ്ഠിച്ചതെന്ന് എന്ത് ചെയ്യുന്നുണ്ട്,
പറയപ്പെടുന്നുണ്ട്. പിന്നെയോ ധർമ്മപുത്രർ ഒരു യാഗം നടത്തുമ്പോൾ ഈ പറയുന്ന ഹഡോൽക്കജൻ എവിടേക്ക് എത്തുന്നുണ്ട്? ലങ്കയിലേക്ക് എത്തുന്നു എന്ന് പറയുന്നു. ഭീമന്റെ പുത്രനായിട്ടുള്ള ഹഡോൽക്കജൻ എവിടെ എത്തുന്നു? ലങ്കയിലേക്ക് എത്തുന്നു. അങ്ങനെ എത്തുന്ന സമയത്ത് നമ്മുടെ വിഭീഷണൻ എന്ത് ചെയ്യുന്നു? ഹഡോൽക്കജനുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാൻ, അല്ലെ, ധർമ്മപുത്രരുടെ അല്ലെ അദ്ദേഹത്തിന്റെ ആ പറയുന്ന രാജാവായിട്ട് വാഴിക്കുന്നത് ആ ഒരു അംഗീകാരം, അല്ലെ, അദ്ദേഹത്തെ ആ ഒരു സ്ഥാനത്ത് അംഗീകരിക്കുന്നുവെന്നും തനിക്ക് യുദ്ധത്തിന് എന്ത് ചെയ്യുന്നില്ല, താല്പര്യമില്ല എന്ന് വിഭീഷണൻ ആരെ അറിയിക്കുകയാണ്? നമ്മുടെ ഭീമന്റെ പുത്രനായിട്ടുള്ള ഹഡോൽക്കജനെ അറിയിക്കുന്നു. ഈ സമയം ഹഡോൽക്കജൻ എന്ത് ചെയ്യുകയാണ്? വിഭീഷണനോട് ലങ്കയിലെ ഏറ്റവും മൂല്യമേറിയ ഒരു വസ്തു, അല്ലെ, സമ്മാനമായിട്ട് എന്ത് ചെയ്യണം, തനിക്ക് നൽകണമെന്ന് ഹഡോൽക്കജൻ ആരോട് ആവശ്യപ്പെടുകയാണ്? വിഭീഷണനോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആവശ്യപ്പെടുന്ന സമയത്ത് ഒരു അശരീരി മുഖേന എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന വിഭീഷണനോട് അവിടെ ശ്രീരാമചന്ദ്രനെ പൂജിക്കപ്പെട്ട വിഗ്രഹം എന്ത് ചെയ്യുക? ഈ പറയുന്ന ഹഡോൽക്കജന് നൽകാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അശരീരി മുഴങ്ങുന്നു എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പുരാണങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കാണുവാൻ സാധിക്കും. ഓക്കെ അല്ലെ? അങ്ങനെ ലഭിക്കുന്ന ആ വിഗ്രഹവുമായിട്ട് ഹഡോൽക്കജൻ എവിടെ എത്തുന്നു? ഈ പറയുന്ന കടവല്ലൂർ ഗ്രാമത്തിൽ എത്തുന്നു എന്നും അവിടെ പ്രതിഷ്ഠ നടത്തിയെന്നും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഐതിഹ്യങ്ങൾ പറയപ്പെടുന്നത്. അവിടെ ഈ പറയുന്ന കടവല്ലൂരിന് മുമ്പ് ഹഡോൽക്കജന്റെ പേര് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഗ്രാമം അറിയപ്പെടുന്നത്. പിൽക്കാലത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പേര് ലോപിച്ച് ഈ പറയുന്ന കടവല്ലൂരായി എന്നും എന്ത് ചെയ്യുന്നുണ്ട്? പറയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോ ദശരഥ മഹാരാജാവ് പൂജിച്ചിരുന്ന ശ്രീരാമചന്ദ്രന്റെ വിഗ്രഹമാണെന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പറയപ്പെടുന്നുണ്ട്. അതുപോലെ ലങ്കയിൽ നിന്നും ഈ പറയുന്ന നമ്മുടെ വിഭീഷണ മഹാരാജാവ്, അല്ലെ, ഹഡോൽക്കജൻ ചെല്ലുന്ന സമയത്ത് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവിടുത്തെ ഏറ്റവും മൂല്യമേറിയ ആ ഒരു വിഗ്രഹം, അല്ലെ, ആ ഒരു സമ്മാനമായിട്ട് വേണമെന്ന് പറയുമ്പോൾ ആ വിഗ്രഹത്തിന് അത്രയും മൂല്യമുള്ളത് കൊണ്ട് തന്നെ ആ വിഗ്രഹം നൽകുന്നുവെന്നും അതെവിടെ പ്രതിഷ്ഠിക്കുന്നു? കടവല്ലൂരിലെത്തി അദ്ദേഹം പ്രതിഷ്ഠിക്കുന്നുവെന്ന് എന്താണ്? ഐതിഹ്യങ്ങൾ പറയപ്പെടുന്നു. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഈ ക്ഷേത്രത്തെക്കുറിച്ച് കുറച്ചുകൂടി നിങ്ങൾക്ക് അറിയുവാൻ പോകുന്നത് ഈ പറയുന്ന കാര്യം പറയുമ്പോഴായിരിക്കും. ഈ പറയുന്ന ക്ഷേത്രത്തിൽ വൃശ്ചിക മാസത്തിൽ നടത്തി വരുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് എന്ത്? അന്യോന്യം, അല്ലെ, കടവല്ലൂർ അന്യോന്യം എന്ന് പറയുന്നത്. എന്താണ് കടവല്ലൂർ അന്യോന്യം? അല്ലെ, ഈ പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു വേദ പരീക്ഷയാണ് എന്ത്? അന്യോന്യം, അല്ലെ. കടവല്ലൂർ അന്യോന്യം എന്ന് പറയുന്നത് എന്താണ്? പ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ കേരളത്തിൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു വേദ പരീക്ഷയാണ്. ഓക്കെ അല്ലേ? ഈ പറയുന്ന നമ്മുടെ തിരുനാവായ തൃശ്ശൂർ യോഗക്കരായ നമ്പൂതിരിമാർ നടത്തുന്ന ഒരു പരിപാടിയാണ് എന്ത്? ഈ പറയുന്ന കടവല്ലൂർ അന്യോന്യം കേട്ടോ. വേദ പരീക്ഷകൾ എന്ത് ചെയ്യുന്നു? പ്രാഗൽഭ്യം തെളിയിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? കടവല്ലൂർ ക്ഷേത്രത്തിൽ വൃശ്ചിക മാസത്തിൽ എന്ത് ചെയ്യുന്നു? നടന്നു വരുന്ന ഒരു ചടങ്ങാണ് എന്താ? ഈ പറയുന്ന കടവല്ലൂർ അന്യോന്യം, അല്ലെ. അപ്പോ ഈ കടവല്ലൂർ അന്യോന്യം നടത്തുന്നത് എവിടെയൊക്കെയാണ്? തിരുനാവായ തൃശ്ശൂർ യോഗക്കാരായിട്ടുള്ള നമ്പൂതിരിമാരാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന കടവല്ലൂർ അന്യോന്യം എന്ത് ചെയ്യുന്നത്? നടത്തുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കപ്പെട്ടിട്ടുള്ള ഒരു ചടങ്ങാണ് ഈ പറയുന്ന ഈ വേദ പരീക്ഷയായിട്ടുള്ള കടവല്ലൂർ അന്യോന്യം. ഓക്കെ, അപ്പോൾ അവിടെ രണ്ട് രീതിയിൽ വേണമെങ്കിൽ ചോദ്യകർത്താവിന് തിരിച്ചും ചോദിക്കാം, അല്ലെ. കടവല്ലൂർ അന്യോന്യം നടക്കുന്ന ക്ഷേത്രം ഏതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കടവല്ലൂർ ശ്രീരാമക്ഷേത്രത്തിൽ, അല്ലെ, നടക്കുന്ന ഈ പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള വേദ പരീക്ഷയുടെ പേര് എന്താണെന്ന് ചോദിക്കാം. പിന്നെയോ ഏതൊക്കെ യോഗക്കാരായിട്ടുള്ള നമ്പൂതിരിമാരാണ്? തിരുനാവായ തൃശ്ശൂർ യോഗക്കാരായിട്ടുള്ള നമ്പൂതിരിമാരാണ് എന്ത് ചെയ്യുന്നത്? ഈ ചടങ്ങ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഏതു രീതിയിൽ വേണമെങ്കിലും എന്ത് ചെയ്യാം? ചോദ്യം തിരിച്ചോ മറിച്ചോ എന്ത് ചെയ്യാം? പല രീതിയിൽ എന്ത് ചെയ്യാം? ചോദിക്കാൻ സാധിക്കും. ഓക്കെ അല്ലേ? പിന്നെയോ ആരാണ് പ്രതിഷ്ഠ നടത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഹഡോൽക്കജനാണ് പ്രതിഷ്ഠ നടത്തിയെന്നാണ് എന്ത് ചെയ്യുന്നത്? വിശ്വസിക്കപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഭീമന്റെ പുത്രനായിട്ടുള്ള ഹഡോൽക്കജൻ. ഇനി മേടമാസത്തിലെ വിഷുനാളിൽ രാവിലെ കണി കണ്ട് കൊടി കയറി എന്ത് ചെയ്യുന്നു? 10-ാമതേ ദിവസം ആറാട്ടോടെ സമാപിക്കുന്ന 10 ദിവസത്തെ ഉത്സവമാണ് ഇവിടെ ഈ പറയുന്ന കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ. ഓക്കെ അല്ലേ? എങ്ങനെയാണ് ഈ പറയുന്ന എന്താണ് നമ്മുടെ മേടമാസത്തിലെ വിഷുനാളിൽ എന്ത് ചെയ്യുന്നു? രാവിലെ കണി കണ്ട് കൊടി കയറി എന്ത് ചെയ്യുന്നു? 10-ാമതേ ദിവസം എന്ത് ചെയ്യുന്നു? ആറാട്ടോടുകൂടി സമാപിക്കുന്ന രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? കടവല്ലൂർ ശ്രീരാമക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവം. ഓക്കെ അല്ലേ? ഇനി മകരമാസത്തിൽ വെളുത്ത പക്ഷത്തിലെ ഏകാദശി ദിവസം നടക്കുന്ന ഭീമ ഏകാദശിയും എന്താണ്? ഈ പറയുന്ന കടവല്ലൂർ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷമാണ്. ഓക്കെ, അപ്പോൾ ഭീമ ഏകാദശി ഏതു മാസത്തിലാണ്? ഒന്ന് നോക്കിക്കോളൂ. മകരമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശി ദിവസം നടക്കുന്ന ഭീമ ഏകാദശി. നിങ്ങൾ ഈ പറയുന്ന പ്രീവിയസ് ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഗുരുവായൂർ ദേവസ്വമായിട്ട് ഒരു എക്സാം, അല്ലെ, ഈ വരുന്ന സമയത്ത് വിവിധങ്ങളായിട്ടുള്ള ഏകാദശികളെ കുറിച്ച് എന്ത് ചെയ്തിരിക്കണം? കൃത്യമായും അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? ഉദ്ധാന ഏകാദശി ഉണ്ട്, അല്ലെ. പിന്നെ പല തരത്തിലുള്ള എന്ത് ചെയ്യുന്നുണ്ട്? നിർജ്ജലീകരണ പല രീതിയിലുള്ള ഏകാദശികളുണ്ട്. ഇപ്പൊ ഈ പറയുന്ന സമയം തന്നെ എന്താണ്? വൈശാഖ മാസം. ഗുരുവായൂരിൽ ഏറ്റവും കൂടുതൽ ഭക്തിസാന്ദ്രമായിട്ട്, അല്ലെ, ഭക്തജനങ്ങളൊക്കെ ഒഴുകിയെത്തുന്ന ഒരു സമയമാണ്. ഏറ്റവും പുണ്യമാസമായിട്ട് കരുതുന്ന വൈശാഖ മാസക്കാലമാണ്. ഈ ഒരു സമയം പോലെ തന്നെ ഏകാദശിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഗുരുവായൂർ വളരെയധികം പ്രാധാന്യം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ക്ലാസ്സുകളിൽ എന്ത് ചെയ്യും? വരും ക്ലാസ്സുകളിൽ ഏകാദശിയെ കുറിച്ച് വിവിധങ്ങളായിട്ടുള്ള
ഒരു ക്ലാസ് നൽകുന്നതായിരിക്കും. പറയുന്ന പ്രീവിയസ് ചോദ്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന വിവിധങ്ങളായിട്ടുള്ള ഏകാദശിയുമായിട്ടുള്ള ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടുവരാറുണ്ട്. ഓക്കെ അല്ലേ? അപ്പോ ഈ പറയുന്ന കടവല്ലൂർ ക്ഷേത്രത്തില് മകരമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശി ദിവസം നടക്കുന്ന ഭീമ ഏകാദശി വളരെ വലിയൊരു ആഘോഷമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. പിന്നെയോ നമ്മുടെ ശ്രീരാമനവമി, രാമായണ മാസം, പൊതുവേ ശ്രീരാമക്ഷേത്രമാണെങ്കിൽ കർക്കിടക മാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ശ്രീരാമനവമി, കർക്കിടക മാസത്തിലെ രാമായണ വായന, പിന്നെയോ പ്രതിഷ്ഠാദിനം, അത് മിഥുന മാസത്തിലെ പുണർന്ന നക്ഷത്രത്തിലാണ് എന്ത് അവിടുത്തെ പ്രതിഷ്ഠാദിനമായിട്ട് ആചരിക്കുന്നത് അല്ലെ. ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗംഭീരമായിട്ട് ആചരിച്ചു വരുന്നുണ്ട്. അവിടെ അടുത്തൊരു ചോദ്യം എന്താണ്, കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ ക്ഷേത്രം വരുന്നത് അല്ലെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആലത്തിയൂർ പെരുന്തിരിക്കോവിൽ മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. അടുത്തോ കടവല്ലൂർ ക്ഷേത്രം വരുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് അല്ലെ. വിവിധങ്ങളായിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് അല്ലെ. നമ്മൾ ആദ്യം പറഞ്ഞ അമ്പലം മറ്റൊരു ദേവസ്വം ബോർഡാണ്, ഇപ്പൊ പഠിക്കുന്ന ഈ കടവല്ലൂർ ക്ഷേത്രം വേറൊരു ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് വരുന്നതെന്ന് എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് മനസ്സിലാക്കി പോവുക. ഓക്കെ അല്ലേ? അപ്പോ ഒരിക്കൽ കൂടി ഈ പറയുന്ന എന്താണ്, നമ്മൾ ഈ പറയുന്നത് കടവല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം അല്ലെ. ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠയാണ്. പൂജിക്കുന്നത് എങ്ങനെയാണ്, ശ്രീരാമ സങ്കല്പത്തിൽ തന്നെയാണ്. കാരണം എന്താണ്, നമ്മൾ പറഞ്ഞു അല്ലെ, ദശരഥ മഹാരാജാവ് പൂജിച്ചിരുന്ന ശ്രീരാമന്റെ വിഗ്രഹം എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ലങ്കയിൽ നിന്നും വിഭീഷണന് സമ്മാനമായിട്ട് ആർക്ക് നൽകി, ഹരോൽക്കജന് നൽകിയിട്ട് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച ശ്രീരാമ വിഗ്രഹം എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിവിടെ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോ ആ പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞു എന്താണ്, കടവല്ലൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള വേദ പരീക്ഷയാണ് എന്ത്, ഈ പറയുന്ന കടവല്ലൂർ അന്യോന്യം. ഓക്കെ അല്ലേ? അപ്പോൾ കടവല്ലൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള വേദ പരീക്ഷയാണ് എന്ത്, കടവല്ലൂർ അന്യോന്യം അല്ലെ. അപ്പോൾ അത് നടക്കുന്നത് വൃശ്ചിക മാസത്തിലാണ് കേട്ടോ. മലയാള മാസങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ. വൃശ്ചിക മാസത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കടവല്ലൂർ അന്യോന്യം നടക്കുന്നത്. കടവല്ലൂർ അന്യോന്യം എന്താണ്, ഒരു വേദ പരീക്ഷയാണ്. പിന്നെയോ മേടമാസത്തിലെ വിഷുനാളിൽ കണി കണ്ട് കൊടി കയറിയിട്ട് എന്ത് ചെയ്യുന്നു, 10-ാം ഉദയത്തിൽ ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കുന്നു. അതോടൊപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഭീമ ഏകാദശി അതിഗംഭീരമായിട്ട് ആചരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പ്രതിഷ്ഠാദിനം അല്ലെ, മിഥുനമാസത്തിലെ പുണർന്നമാണ് അവിടുത്തെ പ്രതിഷ്ഠാദിനമായിട്ട് ആചരിക്കുന്നതെന്ന് പറഞ്ഞു. കർക്കിടക മാസം സ്വാഭാവികമായിട്ട് നമുക്കറിയാം എന്താണ്, ശ്രീരാമചന്ദ്രന്റെ അല്ലെ ഈ പറയുന്ന രാമായണ മാസക്കാലമാണ്. ആ സമയത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഭംഗിയായിട്ട് അവിടെ ആചരിക്കുന്നുണ്ട്. ശ്രീരാമ നവമി എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ഭംഗിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന അമ്പലം ആചരിക്കുന്നുണ്ട്. പിന്നെയോ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന അമ്പലമാണ് ഇത്, ഈ പറയുന്ന കടവല്ലൂർ അമ്പലം. ഓക്കെ അല്ലേ? ഇനി നോക്കിക്കോളൂ, നമ്മൾ ഈ പറയുന്ന ഓപ്ഷനിൽ ഇനി 2 അമ്പലങ്ങളൂടെ ഉള്ളൂ. ഏതൊക്കെയാണ്, കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രം അല്ലെ. കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രം ദക്ഷിണ അയോധ്യ എന്നറിയപ്പെടുന്നു അല്ലെ. ദക്ഷിണ അയോധ്യ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഏത്, ഈ പറയുന്ന കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രം അല്ലെ. നമ്മൾ ഈ പറയുന്ന നമ്മുടെ എന്തൊക്കെയാണ്, ദക്ഷിണ ഭാഗീരഥി എന്ന് നമ്മുടെ പമ്പ അറിയപ്പെടുന്ന അല്ലെ. വിവിധങ്ങളായിട്ടുള്ള വിശേഷണങ്ങൾ ഉള്ളതുപോലെ തന്നെ നമുക്കറിയാം അയോധ്യ ക്ഷേത്രത്തെ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ദക്ഷിണ അയോധ്യ എന്ന് നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ് അല്ലെ. കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്, ദക്ഷിണ അയോധ്യ എന്നറിയപ്പെടുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞ ആദ്യത്തെ അമ്പലം മലപ്പുറം ജില്ലയിലാണെന്ന് പറഞ്ഞു അല്ലെ. പിന്നെ ആലത്തിയൂർ മലപ്പുറം ജില്ലയിലാണെന്ന് പറഞ്ഞു. കടവല്ലൂർ ക്ഷേത്രം തൃശ്ശൂർ മലപ്പുറം ജില്ലകളുടെ അതിർത്തി ഗ്രാമമായ കടവല്ലൂരാണെന്ന് പറഞ്ഞു. ഇനി ഈ പറയുന്ന കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്, പാലക്കാട് ജില്ലയിലാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീരാമചന്ദ്രന്റെ ക്ഷേത്രമാണ് ഏത്, ഈ പറയുന്ന കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഭാരതപ്പുഴയുടെ ഒരു പ്രധാന കൈവഴിയായ കരിമ്പുഴ നദിയുടെ തീരത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നോക്കിക്കൊള്ളേ അല്ലെ. ഭാരതപ്പുഴയുടെ പ്രധാന കൈവഴിയായിട്ടുള്ള കരിമ്പുഴ അല്ലെ, ആ ഒരു നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ അമ്പലത്തിന്റെ പേര് കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നുണ്ട്. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവിടുത്തെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അവസാനം എന്ത് ചെയ്യുന്നുണ്ട്, ശ്രീരാമചന്ദ്രൻ അല്ലെ സഹോദരങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നദിയിലേക്ക് ഇറങ്ങി എന്ത് ചെയ്യുന്നുണ്ട്, അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വർഗാരോഹണം പോലെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഭൂമിയിലെ അവരുടെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി മടങ്ങുന്നുണ്ട്. അപ്പോ അത്തരത്തിൽ കരിമ്പുഴ നദിയിലാണ് എന്താ, ശ്രീരാമചന്ദ്രൻ തന്റെ ജീവിതം ഉപേക്ഷിച്ചു അല്ലെ, അല്ലെങ്കിൽ അവസാനം അല്ലെ സമർപ്പിച്ചു മടങ്ങുന്നു എന്ന് വിശ്വസിക്കുന്ന ഏത് നദിയിലാണ്, നമ്മൾ ഈ പറഞ്ഞ ഭാരതപ്പുഴയുടെ കൈവഴിയായിട്ടുള്ള കരിമ്പുഴ നദിയിൽ എന്നാണ് എന്ത് ചെയ്യുന്നത്, വിശ്വസിക്കപ്പെടുന്നത്. ഓക്കെ അല്ലേ? അപ്പോ കരിമ്പുഴ നദിയിൽ എന്ത് ചെയ്യുന്നു, ശ്രീരാമചന്ദ്രൻ തന്റെ ജീവിതം ഉപേക്ഷിക്കുന്നു വിശ്വസിക്കപ്പെടുന്നു. പിന്നെ നമുക്കറിയാം ഈ പറയുന്ന ശ്രീരാമചന്ദ്രൻ എവിടെയുണ്ടോ അവിടെയൊക്കെ ആരുണ്ട്, അദ്ദേഹത്തിന്റെ പരമഭക്തനായിട്ടുള്ള ഹനുമാൻ ഉണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ ഈ അവസ്ഥയിലും എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹനുമാൻ സ്വാമിക്ക് എന്ത് ചെയ്യുന്നുണ്ട്,
കരിമ്പുഴ അമ്പലത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഈ പറയുന്ന പാലക്കാട് ജില്ലയിലാണ്. പിന്നെയോ നമ്മൾ ഈ പറയുന്നത് പോലെ ദക്ഷിണ അയോധ്യ എന്നറിയപ്പെടുന്ന ഏതാണ്? കരിമ്പുഴ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ്. ഓക്കെ. പിന്നെ നമ്മൾ പറയുന്ന ഒരു വിശ്വാസമാണ് എന്ത്? കരിമ്പുഴ നദിയിലാണ്, ഭാരതപ്പുഴയുടെ കൈവഴിയായിട്ടുള്ള കരിമ്പുഴ നദിയിലാണ് ആര്? ശ്രീരാമചന്ദ്രൻ തന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി എന്ത് ചെയ്യുന്നത്? ജീവത്യാഗം അല്ലെങ്കിൽ ജീവിതം ഉപേക്ഷിച്ച് എന്ത് ചെയ്യുന്നത്? മടങ്ങുന്നത് എന്ന് എന്ത് ചെയ്യുന്നു? വിശ്വസിക്കപ്പെടുന്നതായിട്ട് പറയുന്നു. ഓക്കെ അല്ലേ? ഇനി അവസാനമായിട്ട് ഓപ്ഷനിൽ പറയുന്ന അമ്പലമാണ് ഏത്? കടവിൽ തൃക്കോവിൽ ക്ഷേത്രം. ഓക്കെ അല്ലേ? കടവിൽ തൃക്കോവിൽ ക്ഷേത്രം എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയ്ക്കടുത്തുള്ള ഉദയംപേരൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണ് ഇത്, ഈ പറയുന്ന കടവിൽ തൃക്കോവിൽ ക്ഷേത്രം. ഓക്കെ അല്ലേ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഓപ്ഷനിൽ മറ്റു 3 അമ്പലങ്ങളും ശ്രീരാമചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഈ പറയുന്ന ഒരു അമ്പലം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട അമ്പലമാണ് ഇത്, കടവിൽ തൃക്കോവിൽ ക്ഷേത്രം. ഒന്ന് മലപ്പുറം തൃശ്ശൂർ അതിർത്തിയില്, ഒന്ന് പാലക്കാട്, പിന്നെയോ ഈ അമ്പലം വരുന്നത് എവിടെയാണ്? നമ്മുടെ എറണാകുളം ജില്ലയിലാണ് കേട്ടോ. അപ്പോ എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയ്ക്കടുത്തുള്ള ഉദയംപേരൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ മുഖ്യ പ്രതിഷ്ഠയായിട്ട് വരുന്ന ഒരു അമ്പലമാണ് ഇത്, ഈ പറയുന്ന കടവിൽ തൃക്കോവിൽ ക്ഷേത്രം. ഓക്കെ അല്ലേ? അപ്പോ നമ്മൾ ഈ പറയുന്ന ഇതാണ് കടവിൽ തൃക്കോവിൽ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശ്രീരാമചന്ദ്രനല്ല, ആരാണ്? ശ്രീകൃഷ്ണ സ്വാമിയാണ് കേട്ടോ. അപ്പൊ ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്, തൃപ്പൂണിത്തുറയ്ക്കടുത്തുള്ള ഉദയംപേരൂരിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന എന്താണ് ശ്രീരാമചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് എന്ത് ചെയ്തത് നമ്മൾ ഇന്ന് ആദ്യമായിട്ട് നോക്കിയത് അല്ലേ. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ആ ഒരു ഒറ്റ ചോദ്യത്തിന്റെ എന്താണ് അനുബന്ധവും അതിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രത്യേകതകളുമാണ് എന്ത് ചെയ്തത് നമ്മൾ പറഞ്ഞത് അല്ലേ. ശ്രീരാമചന്ദ്രനെ നമ്മൾ കുറിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, അദ്ദേഹം അല്ലെ ഈ പറയുന്ന മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ എത്രാമത്തെ അവതാരമാണെന്ന് നമ്മൾ ഓർമ്മിച്ചിരിക്കണം, 7ാമത്തെ അവതാരമാണെന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ഓർമ്മിച്ചിരിക്കണം. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, എന്താണ് ശ്രീരാമക്ഷേത്രമെങ്കിലും പ്രസിദ്ധമായിട്ടുള്ള അല്ലെ ഹനുമാന്റെ പേരിൽ പ്രസിദ്ധമായ ക്ഷേത്രം ഏതെന്നായിരുന്നു ചോദ്യം. അതിന്റെ ഉത്തരം നമ്മൾ കണ്ടെത്തിയതാണ് ആലത്തിയൂർ പെരുന്തൃക്കോവിൽ. ആ ക്ഷേത്രത്തിന് മറ്റൊരു പേരുണ്ടെന്ന് പറഞ്ഞാൽ ആലത്തിയൂർ ഹനുമാൻകാവ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ. പിന്നെയോ ആ ക്ഷേത്രത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള പ്രത്യേകത, എന്തുകൊണ്ട് അല്ലെ ഹനുമാൻ ഏത് രൂപത്തിലാണ് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതെന്നും എന്തുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു പ്രസിദ്ധി ആർജിച്ചു എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തു നമ്മൾ വളരെ വിശദീകരിച്ച് തന്നെ എന്ത് ചെയ്തു വിശകലനം ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പോ ഈ പറയുന്ന ആ ഒരു 4 ഓപ്ഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തറവായി എന്ന് എന്ത് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്കിനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് എന്ത് ചെയ്യാം നോക്കാം.